അൽ മുക്തർ ജ്വല്ലറി ഗ്രൂപ്പ് 2025 ഫെബ്രുവരി മാസം തുടക്കത്തിൽ ഞങ്ങളുടെ ഒരു ആഘോഷത്തിൻ്റെ ഒരു മാസം കൂടെയാണ് ഫെബ്രുവരി. അതിന് കാരണം ഞങ്ങളുടെ ഫസ്റ്റ് ആനിവേഴ്സറിയാണ് ദുബായ് ഷോറൂമുകളുടെ അൽ മുക്തർ ജ്വല്ലറി ട്രേഡിംഗ് LLCയും അതുപോലെ തന്നെ അൽ മോയിസ്, അതുപോലെ തന്നെ ഞങ്ങളുടെ അൽ കബീർ, ഇതിൻ്റെയൊക്കെ ആഘോഷം നടന്നുകൊണ്ടിരിക്കും. കൂടാതെ ഇന്ന് എനിക്കൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എൻ്റെ കസ്റ്റമേഴ്സുമായിട്ട് പങ്കുവയ്ക്കാനുണ്ട്. അത് മറുനാടൻ മലയാളിയുടെ ഇന്നലെ ഇറങ്ങിയ കള്ളപ്രചരണങ്ങൾ, വീണ്ടും കള്ളപ്രചരണങ്ങൾ നടത്തുന്നതിനെതിരായിട്ടുള്ള മറുപടിയാണ്. പ്രധാനമായും അദ്ദേഹം പറയുന്നത് അൽ മുക്തർ ജ്വല്ലറി മണി ചെയിൻ മോഡലാണ് ബിസിനസ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് മണി ചെയിൻ എന്ന മോഡൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാര്യം അത് ഒരാള് ചേരുകയും അതുപോലെ അദ്ദേഹം വീണ്ടും രണ്ടുപേരെ ചേർക്കുകയും അവർ രണ്ടുപേരെ ചേർക്കുകയും അങ്ങനെയാണ് മണി ചെയിൻ മോഡൽ എന്ന് പറയുന്നത്. ഞങ്ങളുടെ ബിസിനസ് എന്ന് പറയുന്നത് വെഡ്ഡിംഗ് പാർട്ടികൾക്കുള്ള അഡ്വാൻസ് ഓർഡറാണ്. അവിടെ ഒരു മണി ചെയിൻ മാതൃകയേ ഇല്ല. പിന്നെ ഒരു കല്യാണ കസ്റ്റമേഴ്സ്, അവര് ഒരു മകള് 20 വയസ്സോ 21 വയസ്സിലൊക്കെ ആകുമ്പോഴാണ് അവർ സാധനം വാങ്ങാൻ പറ്റും. അതുപോലെ വീണ്ടും ഒരു കസ്റ്റമറാണ് വരുന്നത്. അത് ഞങ്ങൾ 3 മാസം, 6 മാസം, 9 മാസം, 11 മാസം എന്ന കാറ്റഗറികളിലൂടെയാണ് ബുക്കിംഗ് എടുത്ത് അവർക്ക് ഡെലിവറി കൊടുത്തുകൊണ്ട് കഴിഞ്ഞ 6 വർഷമായി വിജയകരമായി ബുക്കിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നിങ്ങൾക്കറിയാം, 8-ാം തീയതി കഴിഞ്ഞ ജനുവരി 8-ന് ഞങ്ങളുടെ കടകളെല്ലാം റെയ്ഡ് നടത്തുകയും അതിന്റെ ഭാഗമായിട്ട് 21-22 ദിവസത്തോളം ഞങ്ങളുടെ അക്കൗണ്ടുകളെല്ലാം ഫ്രീസ് ആയിരുന്നു. അതെല്ലാം ഇപ്പം അൺഫ്രീസ് ആയി തുടങ്ങിയിട്ടുണ്ട്. കൂടാതെ ഞങ്ങളുടെ ടാക്സും മറ്റു കാര്യങ്ങളൊക്കെ അടച്ച് ഞങ്ങൾ ഈ ആഴ്ച, വരുന്ന ആഴ്ച, തിങ്കൾ മുതൽ വേഴം വരെയുള്ള ദിവസങ്ങളിൽ ഞങ്ങളുടെ കടകളിലെല്ലാം സ്റ്റോക്ക് വരികയും ഞങ്ങൾ കടകളെല്ലാം വീണ്ടും റിനോവേറ്റ് ചെയ്ത് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യുക. ഈ സന്തോഷ വാർത്ത ഞങ്ങളുടെ എല്ലാ കസ്റ്റമേഴ്സിനെ അറിയിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. മറുനാടൻ മലയാളി പറയുന്ന പോലെ അദ്ദേഹം പറയുന്നത്, ഞാൻ അള്ളാഹുവിന്റെ പരിശുദ്ധമായ നാമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നു. അദ്ദേഹത്തിന് അറിയില്ല ഞാൻ എത്രമാത്രം സത്യസന്ധമായി 100% ബിസിനസ് ചെയ്യുന്നു എന്ന് അദ്ദേഹം പഠിച്ചിട്ടില്ല. അദ്ദേഹം പൊട്ടക്കണ്ണൻ ആനയെ കണ്ടതുപോലെയാണ് കഥകൾ പറയുന്നത്. അദ്ദേഹം മലയാളികളെ മുഴുവൻ വിഡ്ഢികളാക്കുക എന്നുള്ള ലക്ഷ്യമെന്നാണ് അദ്ദേഹത്തിന്. പക്ഷെ അദ്ദേഹം മനസ്സിലാക്കുന്നില്ല, മലയാളികളെല്ലാം അദ്ദേഹം പൊട്ടനാണെന്നുള്ള കാര്യം അദ്ദേഹത്തിന്റെ വാർത്ത കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കുന്നുണ്ടോ. അതിന് ഉദാഹരണം അദ്ദേഹം പറയുന്നത്, പൊട്ടക്കണ്ണൻ ആനയെ കണ്ടു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആനയുടെ ഷേപ്പ് അറിയുന്നില്ല. ആളുകൾ പറയുന്ന രൂപം വെച്ച് അദ്ദേഹം പറയുകയാണ്. ഇതുപോലെ ജനങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് ഈ മറുനാടൻ മലയാളി സാജൻ സക്രിയ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വിളിച്ചു പറയുകയാണ്. മലയാളികൾക്ക് ബുദ്ധിയില്ല, മലയാളി ആട് മാഞ്ചത്തിന്റെ പിറകെയാണ്. ലിറ്ററസിയിൽ ഇന്ത്യയിൽ തന്നെ നമ്പർ 1 ആണ് കേരളം. കേരളത്തിലെ മലയാളികൾ എന്ന് വെച്ചാൽ ഏറ്റവും ബുദ്ധിമാന്മാരാണ്. അവരെ മൊത്തം അടച്ചാക്ഷേപിക്കുന്ന രീതിയിലുള്ള കള്ളപ്രചരണങ്ങൾ, അത് സ്വാഭാവികമാണ്. വിവാഹ പാർട്ടികൾ അവിടെ വാങ്ങുമ്പോൾ അവരുടെ സ്വർണ്ണ നിലവാരം, പണിക്കൂലി എന്നിവ അവർ നോക്കിയിട്ട് അവർക്ക് ലാഭം ഉണ്ടെങ്കിലാണ് അവർ ബുക്ക് ചെയ്യുന്നത്. അത് അദ്ദേഹമാണെങ്കിലും അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവരുടെ മുമ്പിൽ വന്നിരുന്നുകൊണ്ട് ഈ മറുനാടൻ മലയാളി ജനങ്ങളോട് പറയുകയാണ്, നിങ്ങൾ കുട്ടികളാണ്, നിങ്ങൾ വീണ്ടും പറ്റുകയാണ്. ശരിക്കും അദ്ദേഹമാണ് പറ്റുന്നത്. അദ്ദേഹത്തിന് കാര്യത്തെ പറ്റിയുള്ള ഗഹനമില്ല, പ്രൊഡക്റ്റ് നോളജ് ഇല്ല, ഒരു അറിവില്ലാതെ വീണ്ടും വന്ന് മലയാളികളെ മുഴുക്ക ഇങ്ങനെ എന്താ പറയുക, മോശമായി ചിത്രീകരിക്കുകയാണ്. എനിക്ക് ഈ അവസരത്തിൽ ഈ സാജൻ സക്രിയോട് പറയാനുള്ളത്, അദ്ദേഹം ഒന്ന് ശരിയായ രീതിയിൽ എൻ്റെ ബിസിനസിനെ പറ്റി പഠിക്കുക, എന്നിട്ട് അതിനെപ്പറ്റി സംസാരിക്കാൻ തയ്യാറാണ്. പിന്നെ അദ്ദേഹം പറയുന്നത്, എൻ്റെ സ്റ്റാഫുകളോട് ഞാൻ മോട്ടിവേഷൻ ചെയ്തത് തെറ്റായിപ്പോയി, അങ്ങനെ പറയാൻ പാടില്ല. അതെന്റെ വിശ്വാസമാണ്. സാജന്റെ വിശ്വാസം. എല്ലാവർക്കും അവരുടേതായ വിശ്വാസം നിലനിർത്താനും അവർക്കത് മറ്റുള്ളവർ, അത് അവരുടെ കൂടെ ഉള്ളവരോട് പറയാനുള്ള അധികാരവും സ്വാതന്ത്ര്യം ഇന്ത്യയിലുണ്ട്. അതേ ഞാൻ ചെയ്യുന്നുള്ളൂ. അത് എൻ്റെ സ്റ്റാഫുകൾ എന്ന് വെച്ചാൽ എൻ്റെ ടീമാണ്. അവരെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളത് എൻ്റെ തന്നെ കടമയാണ്. അത് ഞാൻ ചെയ്യുക തന്നെ ചെയ്യും, ഇനിയും ചെയ്യും. എൻ്റെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് എൻ്റെ ടീമിന്റെ എല്ലാ ഉത്സാഹം വളരെ അത്യന്താവശ്യമാണ്. അതിനെയൊന്നും ഇങ്ങനെ വളച്ചൊടിച്ച് കള്ളപ്രചരണങ്ങൾക്ക് ഉപയോഗിക്കാതിരിക്കുക. ഇതിനെല്ലാം പുറമെ സാജൻ സക്രിയക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഉടനെ തന്നെ അറസ്റ്റ് കൈവരിക്കേണ്ടി വരുന്നുള്ള സന്തോഷ വാർത്തയോടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം കള്ളപ്രചരണം നടത്തിക്കൊണ്ട് നാട്ടുകാരെ നിന്നെല്ലാം, എല്ലാ ബിസിനസ്സുകാരെയും അടച്ചാക്ഷേപിച്ചുകൊണ്ട് പണം തട്ടാനുള്ള ഒരു പരിപാടിയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അതിനി കൂടുതൽ നാൾ നിലനിൽക്കുകയില്ല എന്നുകൂടെ ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്.